നമ്മുടെ വീട്ടിൽ ഈയിടെയായിട്ട് 2 കുട്ടികളായിട്ടും കുറച്ച് ഡിഫിക്കൽട്ട് ഫേസ് ആണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രോത്ത് സ്പേർട്ട് ആണോ അത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണോ എന്നറിയില്ല. ഞങ്ങൾ പേരൻസ് രണ്ടുപേരും എണ്ണ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ എന്ത് തന്നെ ഫേസ് വരുമ്പോഴും ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ റൂഹി എൻ്റെ റെയിൻബോ ബേബിയാണെന്നുള്ളത്. റെയിൻബോ ബേബിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആദ്യം ഒന്ന് പ്രഗ്നന്റ് ആയി എന്തെങ്കിലും കാരണം കൊണ്ട് ലൈക്ക് മിസ്കാരേജ്, ടെർമിനേഷൻ, സ്റ്റിൽ ബർത്ത്, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ കുട്ടി നഷ്ടപ്പെട്ടു, രണ്ടാമത് നമുക്കുണ്ടാകുന്ന കുട്ടി, ആ കുട്ടിയെ നമ്മൾ റെയിൻബോ ബേബി ഉണ്ട്. ഗോഡ് സെന്റ് മഴവില്ല നമ്മുടെ ജീവിതത്തിൽ. അങ്ങനത്തെ എൻ്റെ റൂഹിക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ല. 2, ആക്ച്വലി അവർ ഡിഫിക്കൽട്ട് ആവാൻ നോക്കുകയല്ല, അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫേസ്. അത് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാൾ അധികം അവർ പോലും അറിയാതെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെയും ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെയും ഭാഗമായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരിക്കും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ടാക്കിൾ ചെയ്യണം, ഓവർകം ചെയ്യണം, ഇതൊന്നും അവർക്ക് അറിയില്ല. അവരുടെ ട്രസ്റ്റ് മുഴുവൻ നമ്മളിലാണ് ആസ് പേരൻസ്, ആസ് കെയർ ഗിവേഴ്സ്. അവർ നമ്മളിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയും അവരെ സഹായിക്കണമെന്ന്. ആ സമയത്ത് നമ്മൾ അവരുടെ വഴക്ക് പറയുകയോ ശാസിക്കുകയോ ചെയ്ത് അത് അവരെയോ നമ്മളെയോ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. പകരം നമ്മൾ വേണം എങ്ങനെയും അവരെ കൈ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് വിത്ത് ലവ്, കെയർ ആൻഡ് അഫെക്ഷൻ ഈ ഒരു ഫേസ് തരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോഴേ ഈ ഫേസിനെ കുറിച്ച് അവർ പിന്നീട് ആലോചിക്കുമ്പോൾ അവർക്ക് സ്വീറ്റ് മെമ്മറീസ് ഉണ്ടാവും, എന്നും ചെറിഷ് ചെയ്യാനുള്ള ഓർമ്മകൾ.